കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ചേർന്നുകൊണ്ട് വലിയൊരു മാഫിയ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലുള്ള ഒരു മാഫിയ സംഘം ഇതിൽ കുറച്ച് കളിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാവാത്ത. ഒന്നാമത് കൃഷിഭൂമി ഓരോ വർഷം ചെല്ലുന്നതോടെ കുറഞ്ഞു വരികയാണ്. പിന്നെ സംഘടനാ പ്രശ്നങ്ങളുണ്ടാവും. ഇന്നത്തെ പോലെ സംഘടനാ പ്രശ്നങ്ങൾ ഈട്ടം കൂടി വെച്ച് ചർച്ച ചെയ്ത് സ്വയം ഇല്ലാതാകുകയോ അല്ലെങ്കിൽ ആളുകൾ പാർട്ടിയിൽ നിന്ന് പോവുകയോ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കലാമിറ്റി റിലീഫ് ഫണ്ട് അതുവരെയും വളരെ ഗോപ്യമാക്കി വെച്ചിരുന്നതാണ് ഈ റവന്യൂ മന്ത്രിമാർ. അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ സ്വകാര്യമായി വിളിച്ചിട്ട് കൊടുക്കും, കുറച്ച് കാശ് അവർക്ക് കൊടുക്കുക, അങ്ങനെയുള്ളൊരു ഏർപ്പാടായിരുന്നു. അത് ഞാനങ്ങ് ജനാധിപത്യവൽക്കരിച്ചു. ഞാൻ പാർട്ടി കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു, നാട്ടുകാരോട് പൊതുവെ പറഞ്ഞു. പിന്നെ അന്ന് ഞങ്ങൾക്ക് ഏറ്റവും തലവേദന ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യം ആദിവാസി ബില്ലാണ്. ആദിവാസി ബില്ല് ആദ്യം പാസ്സാകുന്നത് 75-ലാണ്, അടിയന്തരാവസ്ഥയുടെ കാലത്താണ്. അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ആദിവാസികൾക്ക് അന്യാധീനപ്പെട്ടു പോയ ഭൂമി തിരിച്ചു കൊടുക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമം പാസ്സാക്കണം എന്നൊരു പൊതു ധാരണയുണ്ടായിരുന്നു. അന്ന് നാപടക്കുക പണിയെടുക്കുക എന്നുള്ളൊരിതല്ലാതെ അന്ന് സമരമോ പ്രക്ഷോഭമോ കാര്യങ്ങളോ മറ്റൊന്നുമില്ലല്ലോ. അന്ന് ഇവിടെ ഒരു നിയമം അതുപോലെ പാസ്സാക്കിയിരുന്നു. അന്യാധീനപ്പെട്ടു പോയ ഭൂമി തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു നിയമം പാസ്സാക്കിയിരുന്നു. അത് പിന്നെ അതിനുശേഷം പല കാലങ്ങളിലും അത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു. പലരും ഇതിനു മുമ്പ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, നടന്നിട്ടില്ല. അപ്പം ഞാൻ വന്ന സമയത്ത് ഞാൻ ഈ ആദിവാസികളുടെ മേഖലകളിൽ ആ കാലത്ത് സജീവമായിട്ട് പണിയെടുക്കുന്ന ഒരാളാണ്. കാരണം കർഷക തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഞാൻ. ഈ മന്ത്രിയാകുന്ന സമയത്ത് ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ്. ആ കർഷക തൊഴിലാളി സംഘടനയുടെ ഈ ഇതിൽ ഉൾപ്പെടുന്നവരാണ് ആദിവാസികൾ. അപ്പോൾ അട്ടപ്പാടി, വയനാട്, ഇടുക്കിയിലൊക്കെയുള്ള ആദിവാസി മേഖലകളിലൊക്കെ ഞാൻ സ്ഥിരമായി ബന്ധപ്പെടുകയും അവരുടെ പ്രശ്നങ്ങളൊക്കെ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആണ്. അപ്പോൾ അന്യാധീനപ്പെട്ടു പോയ ആദിവാസികളുടെ ഭൂമി തിരിച്ചു കിട്ടണം എന്നുള്ളൊരു പൊതുമുദ്രാവാക്യം അന്ന് നിലവിലുണ്ടല്ലോ. അപ്പോൾ ഇത് യാഥാർത്ഥ്യമാക്കാൻ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന ഒരു പരിശോധന ഞാൻ നടത്തി. ഒരു സ്ഥലത്തും സാധിക്കുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ ആദിവാസികളുടെ ഭൂമിയാണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന പല സ്ഥലങ്ങളും പല കൈമാറ്റങ്ങളും നടന്നു കഴിഞ്ഞതാണ്. ഒരു ആദിവാസികളായ നിങ്ങളിൽ നിന്ന് നേരിട്ട് ഞാൻ വാങ്ങിയത് മാത്രമല്ല, നിങ്ങളിൽ നിന്ന് ഞാൻ വാങ്ങുന്നു, എന്നിൽ നിന്ന് അയാൾ വാങ്ങുന്നു, അയാളിൽ നിന്ന് മറ്റാൾ വാങ്ങുന്നു, അങ്ങനെ 5-6 കൈമാറ്റം ചെയ്തിട്ടുള്ള അവസാനിക്കുന്ന ആളുടെ കയ്യിലാണ് ഇപ്പോൾ ഭൂമിയുള്ളത്. പിന്നെ അതേ സ്ഥലത്താണ് ഇപ്പോൾ പഞ്ചായത്തുകൾ ഓഫീസ് നിൽക്കുന്നത്, സ്കൂൾ കെട്ടിടങ്ങൾ നിൽക്കുന്നത്, പള്ളികൾ നിൽക്കുന്നത്, ആരാധനാലയങ്ങൾ നിൽക്കുന്നത് ഒക്കെ ഈ പണ്ട് കാലങ്ങളിൽ ആദിവാസികളുടെ ഭൂമിയിലായ സ്ഥലത്താണ്. അപ്പോൾ അതൊക്കെ അന്യാധീനപ്പെട്ടു പോയതാണെന്നുള്ള രീതിയിൽ എങ്ങനെ തിരിച്ചെടുത്ത് കൊടുക്കും? അപ്പോൾ ഒരു വലിയ കലാപം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കലാപം ഉണ്ടാക്കിയിട്ട് ഇത് ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് പരിഹാരമാവില്ല. സർക്കാരിന് മുന്നോട്ട് പോകാനും പറ്റില്ല. ഞങ്ങൾ എന്നാലും കുറച്ച് സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ നോക്കി. അപ്പോൾ വലിയ സംഘർഷം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണമല്ലോ എന്നുള്ള നിലയ്ക്ക് ഞാൻ തന്നെ മറ്റ് പാർട്ടികളൊക്കെ ആയിട്ട് ആലോചിച്ചു, മറ്റ് പൗരമുഖ്യന്മാരുമായിട്ട് ആലോചിച്ചു, ഇടതുപക്ഷ പ്രതിപക്ഷങ്ങളുമായിട്ട് ആലോചിച്ചു. എല്ലാവരുമായിട്ട് ആലോചിച്ചപ്പോഴും നമുക്കതിന് വേണം, അല്ലാതെ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു നിർദ്ദേശം വെച്ചു. ആദിവാസികൾ ഇങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിലൊന്നുമില്ല. ഭൂമിയില്ലാത്ത ആദിവാസികൾ കേരളത്തിൽ ഒരാൾ പോലും ഇല്ലാത്ത നിലയിലേക്ക് അവരുടെ പ്രശ്നം നമുക്ക് പരിഹരിക്കണം. അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ 10 സെൻറ്റുള്ളവരുണ്ട്, 50 സെൻറ്റുള്ളവരുണ്ട്, ചിലർ 5 ഏക്കർ 10 ഏക്കർ ഉള്ളവരുണ്ട്. വയനാടൊക്കെ കുറച്ച് ആളുകൾക്ക് നല്ല കൃഷിയൊക്കെ ഉള്ള കൂടുതൽ ഏക്കറുള്ളവരാണ്. അട്ടപ്പാടിയിലൊക്കെ ആണെങ്കിൽ 5, 10, 15 ഏക്കർ വെച്ച് ചെറിയ ഉള്ളവരുണ്ട്, ഒന്നുമില്ലാത്തവരുണ്ട്. അപ്പോൾ ആവറേജ് 1 ഏക്കർ ഭൂമി ഒരു ആദിവാസി കുടുംബത്തിന് 1 ഏക്കർ ഭൂമി കൃഷി ചെയ്ത് ജീവിക്കാനുള്ള അതെ എന്ന ഒരു തത്വത്തിൽ ഭൂമിയില്ലാത്തവരുടെ കണക്കെടുക്കുകയും 50 സെൻറ്റേ ഉള്ളൂ എങ്കിൽ അവർക്ക് 50 സെൻറ്റ് കൂടി കൊടുത്ത് 1 ഏക്കറാക്കുകയും 10 സെൻറ്റേ ഉള്ളൂ എങ്കിൽ 90 സെൻറ്റ് കൊടുത്തിട്ട് 1 ഏക്കറാക്കുകയും എല്ലാവരും തത്വത്തിൽ 1 ഏക്കർ ഉള്ളവരാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം വേണം. അതിനനുസരിച്ച് ബില്ല് തയ്യാറാക്കിച്ചു. അങ്ങനെ ബില്ല് തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ പ്രദേശങ്ങളിലെ ആദിവാസി സംഘടനകളുമായി ചർച്ച ചെയ്തു. അന്നാണ് ജാനുവൊക്കെ ഒരു പിക്ചറിൽ വരുന്നത്. ആ കാലഘട്ടത്തിലാണ്. ജാനുവിന് ഞാൻ 2-3 പ്രാവശ്യം വിളിച്ച് തിരുവനന്തപുരത്ത് തന്നെ വിളിച്ചിരുത്തി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അപ്പോൾ അവിടെ ചർച്ച ചെയ്യുമ്പോൾ സർവ്വതാ സമ്മതം തന്നെയാണ് അവർക്ക്. അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ എന്താ മാർഗം, എന്നാൽ നിങ്ങൾ വേറൊരു മാർഗം പറ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ മാർഗം പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.
പിന്നെ നാട്ടിൽ ഒരു വിളക്കുണ്ടാക്കുന്ന അന്ന് കൃഷ്ണയ്യർ സുമാരഴിക്കോടൊക്കെയാണല്ലോ ഒരു ഒച്ചപ്പാടുണ്ടാക്കുന്ന കക്ഷികൾ. ഞാൻ അവരെ വിളിച്ചു. സുമാരഴിക്കോടും അതുപോലെ കൃഷ്ണയ്യരും പിന്നെ അന്ന് ഉണ്ടായിരുന്ന പ്രഗത്ഭനായ ഒരു ക്രിസ്ത്യൻ പാതിരി, ഞാൻ പൗലോസ് പറഞ്ഞിട്ടുള്ളൊരു ആളുണ്ടായിരുന്നു, മരിച്ചുപോയി. അതെ അതെ. അപ്പോൾ അദ്ദേഹത്തെയും വിളിച്ചു. അവരോട് ഞാൻ ചർച്ച ചെയ്തു. ഞാൻ ഇങ്ങനെയാണ് ആലോചിക്കുന്നത്, ഇതിൽ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം. നിങ്ങൾ ഒന്ന് നന്നായിട്ട് ഇനിയുള്ള ക്യാമ്പയിനിൽ നിങ്ങളിത് പറയണം എന്ന് പറഞ്ഞു. വിഷയങ്ങൾ വിശദമായി എടുത്തു. അവരുടെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ തീർത്തു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരും എഗ്രി ചെയ്തു. അപ്പോൾ അങ്ങനെ 2-3 സ്ഥലങ്ങളിൽ പിന്നെ സർവകക്ഷി യോഗം വിളിക്കുന്ന പോലെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഈ ഇത് മുന്നോട്ട് വെച്ചു. അവർക്ക് ബോധ്യമായി. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഈ അയ്യങ്കാളി ഹാൾ, ഇപ്പോഴത്തെ അയ്യങ്കാളി ഹാളിൽ, ടാഗോർ സെഞ്ചുറി ഹാളിൽ വലിയ കൺവെൻഷൻ വിളിച്ചു കൂട്ടി. അതിൽ സുമാരഴിക്കോടും കൃഷ്ണയ്യരും പൗലോസും അതുപോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചു. അതുകൊണ്ട് ഇങ്ങനൊരു ബില്ല് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ ആദിവാസികളുടെ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് സർവസമ്മതമായിട്ട് ഇത് പാസ്സാക്കുകയും ചെയ്തു. അങ്ങനെ നല്ല ഭൂമി നോക്കണമല്ലോ എന്ന് വെച്ച് പാലക്കാട് ഞാൻ കൂടി മുൻകൈ എടുത്ത് ആദിവാസി മൂപ്പന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി നടന്ന് ചെയ്യും വഴിഞ്ഞ് ഒരുപാട് ദൂരേക്ക് പോയി സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ആദിവാസി മൂപ്പന്മാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലമാണ്. അങ്ങനെ ആ സ്ഥലത്തെ ഈ വർക്കൊരു ആളുകൾക്ക് പട്ടയം കൊടുക്കുന്നതിനുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ അതിന് ചട്ടം കിട്ടി അവർക്ക് പട്ടയം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്ത് ആ ഭൂമിയാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം എന്നുള്ള നിലയിൽ വിതരണം ചെയ്യുന്നത്. അന്ന് നായനാർ വന്നിരുന്നു, സുമാരഴിക്കോടുണ്ടായിരുന്നു, കൃഷ്ണയ്യരുണ്ടായിരുന്നു. പട്ടയമേള നടത്തി ആദിവാസികൾക്ക് പട്ടയം കൊടുക്കുകയും ചെയ്തു. പട്ടയം കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഭൂമി കാറ്റടിക്കുന്ന ഭൂമിയാണ്, അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില പത്രങ്ങളിൽ, ഹിന്ദു പത്രത്തിലും വേറെ ചില പത്രങ്ങളിൽ വാർത്തകളൊക്കെ വന്നു. അങ്ങനെ വന്നപ്പോൾ അത് കൃഷിയോഗ്യമാണ് എന്ന് ബോധ്യപ്പെടുന്നുള്ളതുകൊണ്ട് അവിടെ കാഫി ബോർഡിനെ ബന്ധപ്പെട്ട് കാഫി ബോർഡുകാർ വന്ന് ആ സ്ഥലം പരിശോധിച്ച് ഈ ആദിവാസികൾക്ക് എല്ലാവർക്കും കാഫി കൃഷി ചെയ്യുന്നതിന് പരിശീലനം കൊടുത്ത് അതിനുവേണ്ടി ഫണ്ടും അനുവദിച്ചു. അവിടെ കാഫി കൃഷി ചെയ്തു. കൃഷിയോഗ്യമല്ലെങ്കിൽ അവർ കാശ് മുടക്കില്ലല്ലോ. കാശ് മുടക്കി കൃഷിയോഗ്യമാണെന്നുള്ള ബോധ്യപ്പെടുത്തിന് അത് കൃഷിയും ചെയ്തു. അങ്ങനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മറ്റ് ജില്ലകളിൽ ഉള്ള ആദിവാസികൾ, പിന്നെ ആലപ്പുഴ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും കുറച്ച് ആദിവാസികളുണ്ട്. അവിടുത്തെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള തുടക്കം കുറിച്ച് കുറേ സ്ഥലങ്ങളിൽ പട്ടയം കൊടുക്കുന്ന നടപടികളും എടുത്തതിന് ശേഷമാണ്. അപ്പോൾ ആ നിയമത്തിനെതിരായി കോടതിയിൽ പോയി. കേന്ദ്രത്തിൻ്റെ അനുമതി കിട്ടിയില്ല. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു നിലവിൽ ഒരു നിയമവും ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ നിയമം നടപ്പിലാക്കാവുന്നതാണ് എന്ന് സുപ്രീം കോടതിയുടെ ഒരു അനുമതിയും കൂടി കിട്ടിയതുകൊണ്ട് അതാണ് ഇപ്പോഴും കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആദിവാസിയുടെ നിയമം. വേറെ നിയമമില്ല. ഒരേ കറങ്ങിലും എത്തുന്ന ഈ 2 നിയമമാണ് പ്രധാനമായും ആ പീരീഡിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു ചലനമുണ്ടാക്കുന്ന രീതിയിൽ. ആ സമയത്ത് തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട ഒരു വലിയൊരു പ്രശ്നം ഈ ഭൂമി നികത്തുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതായത് ഈ നിലം നികത്തി കൂടുതൽ അത് കരഭൂമിയാക്കി മാറ്റി അവിടെ ബിൽഡിംഗ് പണിയുന്നൊരു വലിയൊരു പ്രവണത. അതിന്റെ ഭാഗമായിട്ടാണല്ലോ അച്യുതന്റെ നേതൃത്വത്തിൽ വെട്ടി നിർത്തൽ സമരമൊക്കെ ഉണ്ടായത്. അതിൽ ഞങ്ങളൊരു നിലപാടെടുത്തത് ഇന്ന് പിന്നെ രാജനാദ്യം കൃഷിമന്ത്രിയായിരുന്നു. പിന്നെ രാജൻ മരിച്ചപ്പോൾ കൃഷ്ണകന്യാപുരത്തിലായി. ഞാനും കൃഷ്ണകന്യാപുരത്തിലും കൂടി ഒരു RDOമാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ട് സ്വന്തമായി സ്ഥലം ഉണ്ടാകുകയും എന്നാൽ താമസിക്കാൻ വീടില്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ കഴിയുന്നവർക്ക് വീട് വയ്ക്കുന്നതിന് ഈ ഭൂമി നികത്താനുള്ള അനുമതി കൊടുക്കുന്നൊഴിച്ചാൽ ബാക്കി ഒരു തരത്തിലും അനുമതി കൊടുക്കാൻ പാടില്ലാത്ത കർശന നിയമം എടുത്തുകയും RDOമാർക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. RDOമാരുടെ കൂടി യോഗത്തിലാണ് പങ്കെടുത്തത്. 10 സെൻറ്റ് വരെ മാക്സിമം. ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ട്, പക്ഷേ ഇരിക്കാൻ വീടില്ല. പാർട്ടീഷൻ്റെ വീട് വേറെ ആളുകൾക്കായി, എനിക്കാണെങ്കിൽ സ്വന്തമായി സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പിന്നെ വീട് വയ്ക്കാൻ അനുമതി കൊടുക്കില്ല എന്നൊരു കർശന നിലപാട് വെക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് വീട് വയ്ക്കാൻ അനുമതി കൊടുക്കണം എന്നൊരു തീരുമാനമെടുത്തുകൊണ്ട് ഉള്ള ഒരു ഇത് കൊണ്ടുവന്നത് അതിന് ശേഷമാണ്. ബാക്കിയുള്ളത് നമ്മൾ അനുവദിക്കില്ല, കർശനമായിട്ട് അതിനെ തടയണം എന്നൊരു നിലപാട് തന്നെയാണ് ഞാൻ ഉള്ള സമയത്ത് മുഴുവൻ എടുത്തിട്ടുള്ളത്. അതിലൊന്നും പിന്നെ അത് വിട്ടുവീഴ്ചയൊന്നും ആ സമയത്ത് ചെയ്തിട്ടില്ല. പിന്നെ അനധികൃതമായിട്ടാണ് പല സ്ഥലത്തും ചെയ്യുന്നത്. അതിനെതിരായിട്ടൊക്കെയാണ് പല സമരങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ പൂർണ്ണമായി അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല, മാത്രമേ പരിഹരിക്കാനും പറ്റിയില്ല. ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ്. ഡിപ്പാർട്ട്മെന്റിലാണ്
ഏറ്റവും കൂടുതൽ ഈ വിഷയവുമായി ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും അതിൽ ഉദ്യോഗസ്ഥന്മാരുടെ കൂടി പിന്തുണയുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ കൂടി പിന്തുണയുണ്ട്. ഇപ്പോൾ 2008 ശേഷമുള്ളതാണെന്ന് പറഞ്ഞാൽ ഫൈൻ എടുത്തിട്ട് പറഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ 2000 അതിനുശേഷം നടത്തിയതാണെങ്കിലും 2008 എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥൻ സർട്ടിഫൈ ചെയ്താൽ പോരെ. അല്ല, അതിന് വേറൊരു വിഷയം കൂടി ഉണ്ട്. അത് കാർഷിക ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടും കൂടിയാണ് ഇത് ചെയ്യുന്നത്. അത് കാർഷിക ഡിപ്പാർട്ട്മെന്റ് കൂടി അറിയണം. വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ചേർന്നുകൊണ്ട് വലിയൊരു മാഫിയ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലുള്ള ഒരു മാഫിയ സംഘത്തിൽ കുറച്ച് കളിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാവാത്ത. ഒന്നാമത് കൃഷിഭൂമി ഓരോ വർഷം ചെല്ലുന്നതോടെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ കർശനമായിട്ട് കൃഷിഭൂമി നിലനിർത്തണം എന്നൊരു തോന്നലുണ്ടാവണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ കൂടി അർഹമായ ഒരു പങ്ക് ഇതിലുണ്ടാവണം. അത് വേണ്ട വിധത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ഫീലിംഗ് ഇപ്പോഴും നാട്ടിലുണ്ട്. ഞങ്ങളന്ന് പരമാവധി അതിനുവേണ്ടി ശ്രമിച്ചതാണ്. അന്ന് ഇത്ര വലിയ ഒരു ഒച്ചപ്പാടിലേക്ക് പോയിട്ടില്ല. അതിനുശേഷമാണ് പിന്നെ കൂടുതലായി വരുന്നത് അതിനുശേഷമുള്ള കാലങ്ങളിലാണ്. നമ്മൾ ഈ മന്ത്രി എന്നുള്ളതിനൊക്കെ അപ്പുറം സംഘടനക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ലെന്ന് പറയാം. സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് പിന്നെയും കുറച്ച് കാലം വളരെ സജീവമായിരുന്നു. അപ്പോൾ ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ ഒരു ജനകീയമായി ആളുകൾക്കുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു വലിയ ശ്രമം നടത്തിയത് ഈ ദുരിതാശ്വാസ നിധിയുടെ പ്രവർത്തനങ്ങൾ. അത് മുഖ്യമന്ത്രിയുടെ ഫണ്ട് എന്നാണ് പറയുക. പക്ഷെ റവന്യൂ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. കളക്ടർമാർക്കാണ് അതിൻ്റെ കളക്ടർമാരും റവന്യൂ വകുപ്പാണ്, റവന്യൂ മിനിസ്റ്റർ ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഫണ്ട് പേര് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നാണ് പറയുക. അപ്പം അത് ഞാനന്ന് പിന്നെ സാധാരണക്കാരൻ്റെ ഒരുപാട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. 14 ജില്ലകളിലും ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി നടത്തി, പിന്നെ ഇയാൾ നടത്തിയ പോലുള്ള പരിപാടി ഞാൻ അന്ന് നടത്തി. ജില്ലകളിൽ 10,000-കണക്കിന് ആളുകളെ വിളിച്ചുകൂട്ടിയ ജനസമ്പർക്കം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും അന്ന് കലക്ടറും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാവും. അവിടെ കൊണ്ടുവരുന്ന വിവിധ പെറ്റീഷൻസ് അപ്പം തന്നെ പ്രോസസ്സ് ചെയ്ത് ആദ്യമായിട്ട് നടത്തിയ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് തോന്നുന്നു. അതെ, ആദ്യമായിട്ട് നടത്തിയത് ഞാനാണ്. അതിൽ മുഴുവൻ MLA-മാരുടെ കലവറയില്ലാത്ത പിന്തുണയുണ്ടായിരുന്നു. അങ്ങനെ അത് പ്രോസസ്സ് ചെയ്ത് അപ്പോഴേക്കപ്പോഴേ തീരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന അപ്പോഴേക്കപ്പോഴേയും, അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള നിലയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുകയും ചെയ്യുന്നൊരു ജോലി ഉണ്ടായിരുന്നു. മറ്റൊന്ന് സാമ്പത്തിക സഹായം ചെയ്യൽ. ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സാമ്പത്തിക സഹായത്തിന് വേണ്ടി ധാരാളം അപേക്ഷകളുണ്ടല്ലോ. അന്ന് ആ ചികിത്സാ സഹായം അതായിരുന്നു ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. 1 കോടി, 1.5 കോടി, 2 കോടി ഉറുപ്പിക ഒരു ജില്ലയിൽ ഞാൻ ആ സ്പോട്ടിൽ കൊടുത്തിട്ടുണ്ട്. കളക്ടർമാരോട് പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തിക അപേക്ഷ കൊണ്ടുവരുന്ന 1000 ഉറുപ്പികയ്ക്ക് വേണ്ടി വരുന്നൊരുത്തിന് ചെക്ക് കൊടുത്താൽ പോരാ, ക്യാഷ് കൊടുക്കണം. നിങ്ങളതനുസരിച്ച് ഏത് ബാങ്കിൽ നിന്നാണെങ്കിലും ക്യാഷാക്കി കൊണ്ടുവന്നോളണം എന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുത്തിട്ട്, അതുകൊണ്ട് ഈ പെറ്റീഷൻ്റെ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 മണിക്കൂർ നേരം ഈ പൈസ വിതരണം ചെയ്തല്ലേ. എൻ്റെ ഇപ്പോൾ ഈ പ്രദേശത്തു നിന്നും ഈ ദുരിതാശ്വാസ നിധിയിൽ പൈസ കിട്ടാത്ത ഒരാളുമില്ല. അല്ല, അത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. എല്ലാവർക്കും സ്പോട്ടിൽ തന്നെ പരിഹാരം ഉണ്ടാക്കും എന്ന് പറയുന്നത്. അവർ 40 അനുസരിച്ച് 1000 കൊടുക്കേണ്ടതാണ് 1000, 2000 കൊടുക്കേണ്ടതാണ് 2000, 5000 കൊടുക്കേണ്ടതാണ് 5000. അവിടെ വെച്ച് ആ പെറ്റീഷനിലപ്പം തന്നെ നമ്മൾ ഓർഡർ കൊടുത്ത് കളക്ടറുടെ കയ്യിൽ ഏൽപ്പിക്കും. കളക്ടർ അപ്പം തന്നെ പൈസ കൊടുത്ത് അവർ ഈ ഒപ്പിട്ട് വാങ്ങി കൊടുക്കുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അത് എല്ലാ ജില്ലയിലും ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് ജനകീയമായിട്ട് ആളുകൾക്ക് പിന്നെ ആനുകൂല്യം കിട്ടിയുള്ളൊരു കാര്യം. മറ്റൊന്ന്, ഈ കലാമിറ്റി റിലീഫ് ഫണ്ട് ഉണ്ട്. കലാമിറ്റി റിലീഫ് ഫണ്ട് അതുവരെയും വളരെ ഗോപ്യമാക്കി വെച്ചിരുന്നതാണ് ഈ റവന്യൂ മന്ത്രിമാർ. അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ സ്വകാര്യമായി വിളിച്ചിട്ട് കൊടുക്കും, കുറച്ച് കാശ് അവർക്ക് കൊടുക്കുക, അങ്ങനെയുള്ളൊരു ഏർപ്പാടായിരുന്നു. അത് ഞാൻ അങ്ങ് ജനാധിപത്യവൽക്കരിച്ചു. ഞാൻ പാർട്ടി കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു, നാട്ടുകാരോട് പൊതുവെ പറഞ്ഞു. അപ്പോൾ എവിടെയെങ്കിലും റോഡ് ചീത്തയായിട്ടുണ്ട്, പാലം ചീത്തയായിട്ടുണ്ട്, വേറെ എന്തെങ്കിലും അംഗനവാടിയില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങൾ പിന്നെ പെറ്റീഷൻ തന്നാൽ മതി, ഞാൻ പൈസ തരും എന്ന് പറഞ്ഞ് അങ്ങനെ 1000-കണക്കിന് റോഡുകൾ ഇപ്പോൾ ഈ പല സ്ഥലത്തും വന്നിട്ടുള്ളത് മുഴുവനൊക്കെ ഈ ദുരിതാശ്വാസ ഫണ്ടാണ്, കലാമിറ്റി ഫണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇടക്കാലത്ത് നമ്മുടെ ഒരു CPIയുടെ ഒരു മന്ത്രി കൃഷിമന്ത്രിയായിട്ട് വന്നിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി ഇവിടുത്തെ കലാമിറ്റിയൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അവരുടെ ഡെലിഗേഷൻ ഇവിടെ വന്നു. ആ ഡെലിഗേഷൻ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 100 കോടി റുപ്യ അഡീഷണൽ നമുക്ക് കിട്ടി. ഈ ഫണ്ട് നമ്മൾ മാത്രം തന്നെ ചെലവ് ചെയ്യുന്നത്. ഇത് ക്യാബിനറ്റിന് യാതൊരു ബാധ്യത ഇതിനില്ല. അപ്പോൾ നമ്മൾ തന്നെയാണ് ചെലവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു നീതിപൂർവ്വം നമ്മൾ സ്വയം ചെയ്യാന്നല്ലാതെ, അപ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നും ഇതുപോലെ അപ്പോൾ ധാരാളം പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികളും ഒക്കെ വരും. ആര് വന്നാലും ഞാൻ അവരോട് ആരെയും
തിരിച്ചയച്ചിട്ടില്ല ഒരാളെ. ആവുന്ന രീതിയിൽ അവർക്ക് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അതിപ്പോൾ എവിടെ പോയാലും ഈ കലാമിറ്റിയിൽ ചെയ്തു തന്ന ഫണ്ട് കൊണ്ടുണ്ടാക്കിയ റോഡാണ്, സ്കൂളാണ്, കിണറാണ്, പാലമാണ് എന്ന് പറയാവുന്ന ഇതൊക്കെ എല്ലാ സ്ഥലത്തുണ്ട്. അങ്ങനെ ഒരു സഹായം ഞാൻ ഈ 5 കൊല്ലക്കാലം ചെയ്തിട്ടുണ്ട്. അവർ ആവറേജ് 100-120 കോടി ഉറുപ്പിക ഓരോ വർഷവും ഇതിന് മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയും ഇതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സംഘടന എന്നുള്ളതിൽ ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ സംഘടനയെ മുറുകപ്പെടുകയും അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകൾ ഉത്തരവാദിത്തോട് നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ PKVയുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്, അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ വെളിയത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പന്നിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഇത്തരത്തിലുള്ള പല ആളുകളുടെ കൂടെയും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ PKVയുടെ കൂടെ പ്രവർത്തിക്കുന്ന സമയത്ത് കുറച്ചും കൂടി പ്രഗത്ഭനായ കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം. എന്തായിരുന്നു അദ്ദേഹമായിട്ടുള്ളൊരു ബന്ധം? PKVയുടെ കൂടെ ഞാൻ പാർട്ടിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. PKVയുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ നാഷണൽ കൗൺസിൽ മെമ്പറുമാണ്, പാർട്ടിയുടെ ഒരു നേതാവ് എന്നുള്ള നിലയിലും ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ PKVക്ക് അസൗകര്യമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ പോകാൻ എന്നെ ചുമതലപ്പെടുത്തുക. പിന്നെ സംഘടനാ പ്രശ്നങ്ങളുണ്ടാവും. ഇന്നത്തെ പോലെ സംഘടനാ പ്രശ്നങ്ങൾ ഈട്ടം കൂടി വെച്ച് ചർച്ച ചെയ്ത് സ്വയം ഇല്ലാതാകുകയോ അല്ലെങ്കിൽ ആളുകൾ പാർട്ടിയിൽ നിന്ന് പോവുകയോ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോകുന്ന പ്രശ്നമില്ല. അന്നൊരു ജില്ലയിൽ ഒരു സംഘടനാ പ്രശ്നം ഉണ്ടെങ്കിൽ അടിയന്തരമായിട്ട് അവിടെ വിളിച്ചു കൂട്ടും. ഇസ്മയിൽ ഉടനെ തന്നെ അവിടെ പോകണം കിട്ടാന്ന് പറയും. അവിടെ പോകും. 1-2 ദിവസം നിന്നിട്ടാണെങ്കിൽ കംപ്ലീറ്റ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയിട്ട് ഞാൻ വരുള്ളൂ. അത് ഈ 14 ജില്ലകളിലും അങ്ങനെയായിരുന്നു. അത് വെളിയമ്പാർക്കൻ ഉണ്ടാകുമ്പോഴും അങ്ങനെയായിരുന്നു. വെളിയമ്പാർക്കൻ്റെ കൂടെയും അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു, PKVയുടെ കൂടെയും അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. ഞാൻ മന്ത്രിയായ സമയത്താണ് കുറച്ച് നാൾ പന്നിയൻ അസിസ്റ്റന്റ് സെക്രട്ടറി ആയത്. അതിന് മുമ്പാണ് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടുള്ളത്. അതിനൊരു മിക്കവാറും സംസ്ഥാനത്തെ സംഘടനാ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറി ആകുമ്പോൾ സംഘടനാ ചുമതലയാണ് എനിക്കുള്ളത്. അപ്പോൾ സംഘടനാ ചുമതലക്കാരെന്നുള്ള നിലയിൽ തന്നെ ആ ജോലികൾ മുഴുവൻ തന്നെ ഞാൻ ആ സമയത്ത് നിർവഹിച്ചിട്ടുണ്ട്. ഈ സംഘടനയിൽ ഇന്നത്തെ പോലെ ഫണ്ട് ഇപ്പോൾ കോടികളാണ് ഫണ്ട് ചോദിച്ചത്. ഇത്തരത്തിലുള്ള ആ സമയത്തൊക്കെ എങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞ ഞങ്ങൾ സ്റ്റേറ്റ് സമ്മേളനത്തിൽ ഞാൻ ഇതിൻ്റെ പഴയ കഥകൾ മുഴുവൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ എല്ലാ കാലവും ഫണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളെ കൂടി ആലോചിച്ചിട്ട് നമുക്ക് ഒരു പാർട്ടി ഫണ്ട് വേണമല്ലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചിട്ട് അതുവരെ ചെയ്തിരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനോ PKVയോ PS ശ്രീനിവാസനോ ഫണ്ട് ഭരിക്കുന്നത് എല്ലാവർക്കും കഴിയുന്നൊരു കലയല്ല അത്. അധികം PKV, PS ശ്രീനിവാസൻ അവർ രണ്ടാളും കൂടി പരിചയപ്പെടുത്തിയിട്ടുള്ള അടിസ്ഥാനത്തിൽ ഞാനും ഞങ്ങളാണ് ആവശ്യമുള്ള പൈസ പിരിക്കുകയാണ്. ഒരു കൊല്ലത്തിൽ പാർട്ടിക്ക് ആവശ്യമുള്ള പൈസ ഞങ്ങൾ പിരിച്ചുണ്ടാക്കുകയാണ്. അയ്യോ ഇവിടെ പൈസ ഒന്നും ഇല്ലാതെ നമുക്ക് മറ്റേത് നാളെ വേണ്ടി വരുമല്ലോ മറ്റേത് ഇങ്ങനെ പറയുമ്പോൾ ചില സുഹൃത്തുക്കളെ വിളിച്ച് പറയും. അങ്ങനെ വാങ്ങിക്കുന്ന അതിനാണ് ഫണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്കതുപോലെ നമുക്ക് വർഷാവർഷങ്ങളൊരു ഫണ്ട് വേണ്ടേ? എല്ലാ വർഷവും ചെയ്യുന്ന ചിലവുകളില്ലേ? ഓഫീസിൽ മെയിൻ്റനൻസ് ഉണ്ട്, യാത്രാ ചിലവുകളുണ്ട്, അലവൻസ് ചിലർക്ക് കൊടുക്കണം, ചില ആശുപത്രി കേസ് വരും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കണം എന്താ വഴി? അങ്ങനെയാണ് ഞങ്ങൾ 1 ലക്ഷം ഫണ്ടാണ് തീരുമാനിച്ചത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1 ലക്ഷം ഫണ്ട് എന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് ജില്ലകൾക്ക് 1 ലക്ഷം ഉണ്ടാകുമ്പോൾ 10,000 രൂപയോ 15,000 രൂപയല്ലേ കോടതി ചെയ്യേണ്ട കാര്യമുള്ളൂ. അന്നത്തെ കാലത്ത് പക്ഷേ അതിനെ അതൊന്നുമല്ല. പിന്നെ അത് 5 ലക്ഷം ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത കൊല്ലത്തേക്ക് അത് 5 ലക്ഷം ഉണ്ടാക്കി. 5 ലക്ഷം ഫണ്ടും കൊടുക്കുമ്പോൾ അവർ അതിനേക്കാൾ കൂടുതൽ അവർക്ക് പിരിക്കാൻ പറ്റുന്നുണ്ട്, ജില്ലകൾക്ക് പിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഇനി അങ്ങനെ ലക്ഷം പറയണ്ട, പാർട്ടി ഫണ്ട് എന്ന് പറഞ്ഞാൽ മതി, ചാർജ് വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് ജില്ലകൾ നമുക്ക് പിരിച്ചു തരേണ്ട എത്ര എന്നുള്ളത് ജില്ലകൾക്കൊരു കോട്ട കൊടുത്താൽ മതി. അങ്ങനെ ആക്കുന്നത് 2-3 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. പിന്നെ ജില്ലകൾ നമ്മൾ കൊടുക്കുന്നതിനേക്കാളൊക്കെ ചില മണ്ഡലങ്ങൾ പിരിക്കാൻ തുടങ്ങി, പഞ്ചായത്തുകൾ പിരിക്കാൻ തുടങ്ങി, ചില വ്യക്തികളിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ഓരോ ജില്ലകൾ കോടികളെ പിരിക്കുന്നത്. അങ്ങനെ പിരിക്കുമ്പോൾ പിന്നെ അങ്ങനെയാണ് ഈ പിരിവിലേക്ക് മാറി വരുന്നത്. അതിൽ ചില ദുഷ്പ്രവണതകൾ ഉണ്ടായല്ലോ, നല്ല ദുഷ്പ്രവണതകളുണ്ട്. അതുകൊണ്ട് അതിലൊക്കെയാണ് ഈ ഒരുപാട് ചീത്തത്തരം കടന്നുകൂടുന്നത്, അപജയപ്പെടുന്നത്. അതെ, മുമ്പ് പാർട്ടി പറയുന്നത് പാർട്ടി ചില സുഹൃത്തുക്കളിലും ഒക്കെ വിശ്വാസം അർപ്പിച്ച് അവരിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് പാർട്ടി മുന്നോട്ട് പോയത്. പാർട്ടി ബന്ധുക്കളാണ്. ഇന്നതല്ല, ഇന്ന് കാര്യസാധ്യത്തിന് വേണ്ടി വരുന്ന ആളുകളുടെ നിന്ന് ഇപ്പൊ കോറിയക്കാർ ചില കാര്യങ്ങൾ സാധിക്കണം, ചില പ്രൊമോഷൻ വരുന്നവർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ.
അതൊന്നും ഒരു നല്ല ശീലവും ഗുണങ്ങളുമില്ല, അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നാലും ഇപ്പം അങ്ങനെയുള്ള ആ രീതിയിലായി. ഇപ്പോൾ ചന്ദ്രപ്പൻ ഫണ്ട് നമ്മളിപ്പോൾ പിന്നെ തിരുവനന്തപുരത്തെ പാർട്ടി ഓഫീസ് പുതുക്കിപ്പണി 10 കോടി ആണ് നമ്മൾ തീരുമാനിച്ചത്. 10 കോടിയിലേക്കാൾ കൂടുതൽ കിട്ടി. അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ കൊളക്കടയിൽ ചന്ദ്രപ്പൻ്റെ സ്മാരകമായിട്ട് ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്. വാളണ്ടിയർ ക്യാമ്പ് അതുപോലുള്ള പരിപാടികളൊക്കെ അത്യാവശ്യം നടക്കുന്നുണ്ട്. അതും 10 കോടിയാണ് തീരുമാനിച്ചത്. അതും 10 കോടിയേക്കാൾ കൂടുതൽ കിട്ടി. അതൊന്നും പിരിയാനൊന്നും ഇരുന്നിട്ടില്ല. പിന്നെ ഇലക്ഷൻ ഫണ്ട് വരുന്നു, വേറെ പല ഫണ്ട് വരുന്നു. അങ്ങനെ കോടികൾ പിരിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പം ഞാനത് ഒരു സമ്മേളനത്തിലൊക്കെ പറഞ്ഞു, ജനയുഗം പറഞ്ഞ് 12 കൊല്ലം നിർത്തിവെച്ചു നമ്മുടെ പാർട്ടി പത്രം ജനയുഗം. കടം കൊണ്ടാണ് നിർത്തിവെച്ചത്. കടം കൊണ്ട് മുടിഞ്ഞിട്ട് നടത്താൻ കഴിയില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ പാർട്ടി കമ്മിറ്റിയിൽ അച്യുതമേനോൻ തന്നെ പറഞ്ഞു, നമുക്കാവില്ല, നമുക്കിങ്ങനെ ഒരു പത്രം നടക്കാൻ കഴിയില്ല, ബൂർഷ പത്രങ്ങളെ പോലെ മത്സരിച്ച് നമുക്ക് നടത്താൻ പറ്റില്ല, നമുക്ക് നിർത്താൻ തീരുമാനിക്കാന്ന് പറഞ്ഞ് നിർത്താൻ തീരുമാനിച്ചതാണ്. അച്യുതമേനോനെ പോലുള്ള ആളുകൾ തന്നെ നിർദ്ദേശിച്ച് നിർത്തിയതാണ്. 12 കൊല്ലം നിർത്തി. പാർട്ടി പത്രം നിർത്തിയപ്പോഴാണ് എല്ലാവർക്കും പത്രം വേണം എന്നുള്ള അഭിപ്രായം വന്നത്. എന്നിട്ട് ഈ കടം വീട്ടുന്നതിന് വേണ്ടി ഞാനും സഖാവ് അച്യുതനും കൃഷ്ണൻ കഴിയാമ്പറവിലും 3-4 പ്രാവശ്യം ഗൾഫിൽ മുഴുവൻ പോയി. ഭിക്ഷ എടുക്കുന്ന പോലെ നമ്മൾ അറിയുന്ന പരിചയക്കാരനോടൊക്കെ പറഞ്ഞ് അവരിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസകൾ സംഭരിച്ച് എല്ലാം PKVയുടെ പേരിൽ പിന്നെ DD വാങ്ങിച്ച് അങ്ങനെ 3-4 പ്രാവശ്യമായിട്ടാണ് കടത്തിലെ കുറേ കടം വീട്ടിയത്. അങ്ങനെ കടം മുഴുവൻ ഏകദേശം വീട്ടി തീരാറായപ്പോഴാണ് നമുക്കൊരു പത്രം തുടങ്ങേണ്ടതെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ആലോചിച്ചപ്പോൾ സഹാക്കൾക്ക് അപ്പോൾ വലിയ ആവേശമായിരുന്നു, വേണം എന്നുള്ള അഭിപ്രായം തന്നെ എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ കമ്മിറ്റിയിൽ എക്സിക്യൂട്ടീവിൽ ആലോചിച്ചപ്പോൾ 3 കോടി റുപ്യ വേണ്ടി വരും. ആ 3 കോടി റുപ്യ നമ്മൾ സമാഹരിക്കണം എന്ന് പറഞ്ഞ് തീരുമാനിച്ച് ജില്ലകൾക്ക് കോട്ടയം കൊടുത്തു. അതിൽ ആവേശകരമായിട്ട് എല്ലാവരും അവനവൻ്റെ കഴിവിനേക്കാൾ കൂടുതൽ സ്വയം സംഭാവന ചെയ്യാൻ തീരുമാനിച്ചു, പിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് 6 കോടി റുപ്യ കിട്ടി. അതാണ് വലിയ പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ 3 കോടി തീരുമാനിച്ച് ഞങ്ങൾക്ക് 6 കോടി കിട്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ ചില പ്രതിപക്ഷങ്ങളിൽ ചില ആളുകൾ പറഞ്ഞു ഇതൊക്കെ ഭരണത്തിലുള്ളത് കൊണ്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പ്രകോപിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. സത്യത്തിൽ അത് 100% സഖാക്കളുടെ ആത്മാർത്ഥതയിലൂടെ കിട്ടിയതാണ്. 1000 റുപ്യ പോലും തരാൻ കഴിയാത്ത ആളുകൾ കടമായിട്ടാണെങ്കിലും 5000 റുപ്യ തന്നവരുണ്ട്, 10000 റുപ്യ തന്നവരുണ്ട്. അത് അവരുടെ ഉത്കടമായ ഒരു ആഗ്രഹമാണ്. ഒരു പത്രം ഇത്ര കാലം നിന്നതല്ലേ, അത് തുടങ്ങണം. അതൊരു വലിയ ആവേശം തന്നെയായിരുന്നു. അങ്ങനെയാണ് ആ പത്രം നമ്മൾ തുടങ്ങുന്നത്. തുടങ്ങി ആ വർഷമായി തൊട്ട വർഷമൊക്കെ നല്ല സർക്കുലേഷൻ ഉണ്ടായിരുന്നു. പിന്നെ സർക്കുലേഷൻ ഡൗണായി വന്നു. ഇപ്പോഴും ഭരണം ഉണ്ടായിട്ട് ഇപ്പോൾ നമ്മൾ വാർഷിക വരിസംഖ്യ പിരിച്ചുകൊണ്ടാണ് നല്ലത്. അതന്നെ ഇപ്പൊ ഭരണം ഉണ്ടായിട്ട് പോലും അതിൻ്റെ അതെ, ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തിലൊരു പ്രാവശ്യം ഒരു പത്ര ക്യാമ്പയിൻ നടത്തുകയാണ്. അതിൽ വാർഷിക വരിസംഖ്യ പിരിക്കുക, 2800 റുപ്യ വാർഷിക വരിസംഖ്യ. അങ്ങനെ 100 ആളുടെ വിളിച്ചാൽ അവർക്ക് ഒരു കൊല്ലം പത്രം കൊടുക്കുന്ന ഗ്യാരണ്ടി ആയല്ലോ. അങ്ങനെയുള്ളൊരു വിരിവിലൂടെയാണ് ഇപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ഇതിനും ഒരു പഴയ ചരിത്രം ഉണ്ടായിരുന്നു. ജനയുദ്ധൻ്റെയും ഫണ്ടിൻ്റെയും ഒക്കെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. അതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് പൊതുവെ അറിയില്ല. അതാണ് അതിൻ്റെ പ്രശ്നം.